ഇതുകൊണ്ട് തീരില്ല. ഇത് ഒരു തൃശൂർ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ടാണ് ശരിക്കുള്ള വോട്ടുകളുണ്ടാകാൻ പോകുന്നത്. നമ്മൾ ഇതൊക്കെ കണ്ട് ഇനി ചർച്ച ചെയ്യും. സുരേഷ്, ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, റോയി മാത്യു എന്നോട് വിയോജിക്കയില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കൃത്യം 5 കൊല്ലം കഴിയുമ്പോൾ ഏഷ്യാനെറ്റ് ചാനലും സുരേഷ് കുമാറും ഞാനും റോയി മാത്യു സജീവനും ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് പറയാൻ പോകുന്നത് എന്തറിയോ? ഈ പിണറായി വിജയന്റെ ഭരണം എത്ര നല്ലതായിരുന്നു, എത്ര വളരെ മനോഹരമായ ആ ഭരണമായിരുന്നു. കാര്യം അയാളുടെ ധാർഷ്ട്യം കുറച്ചു കൂടുതലെങ്കിൽ പോലും ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ഭേദമായിരുന്നു എന്ന് പറയുന്ന അവസ്ഥ വരും. എനിക്ക് ആ ഒരു സംശയമില്ല. എന്റെ സുഹൃത്തുക്കളെ, ശങ്കരൻ വക്കീൽ സത്യം പറഞ്ഞു എന്നർത്ഥം. ശങ്കരൻ വക്കീൽ സത്യം പറഞ്ഞു എന്നേ. ചാനൽ ചർച്ചയിൽ പലപ്പോഴും LDF-നെതിരായിട്ട്, പിണറായി വിജയനെതിരായിട്ട്, CPM-നെതിരായിട്ട് ചർച്ചയ്ക്ക് വന്നിരിക്കുന്ന ഒരാളാണ്. 100% നമ്മുടെ ഈ ഒരു ഗവൺമെന്റിനെതിരെ സംസാരിക്കാൻ പറ്റുന്നൊക്കെ സംസാരിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ് ശങ്കരൻ വക്കീൽ. ആ ശങ്കരൻ വക്കീൽ ഇത് സത്യസന്ധമായി പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ഇങ്ങനെയുള്ളൊരു കോൺഗ്രസിനാണ് നിങ്ങൾ അടുത്തതിലേക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നതെങ്കിൽ, സീറ്റിനു വേണ്ടി തല്ലും പിടിയും കൂടുന്ന ഒരു ടീമിനെയാണ് നിങ്ങൾ അധികാരം ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നതെങ്കിൽ കുടുങ്ങിപ്പോകും. എന്തുകൊണ്ടാണ് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഈ കോൺഗ്രസിന് അവരുടെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിയാതിരിക്കുന്നത്? എന്തുകൊണ്ടാ? സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്നത് അവരല്ലെന്നേ, കോൺഗ്രസ്സുകാരല്ലെന്നേ, ഇവിടുത്തെ ജാതി സംഘടനകളാ. ഇവിടെ SNDP യോഗങ്ങള്, ഇവിടെയുള്ള SNDP യോഗങ്ങള്, അതുപോലെ തന്നെ ഇവിടെ നായർ സംഘടനകള്, ഇവിടെയുള്ള തീയ സംഘടനകള്, ഇവിടെയുള്ള ക്രിസ്ത്യൻ സംഘടനകള്, ഇവിടെയുള്ള മുസ്ലിം സംഘടനകള്, ഇവരെല്ലാരും കൂടിയിട്ട് ലിസ്റ്റ് കൊടുക്കുകയാണ് ഇവിടുത്തെ നേതാക്കൾക്ക്. ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് ഇത്ര പേര് വേണം, നിങ്ങൾ മത്സരിപ്പിക്കണം. ഞങ്ങളുടെ എന്താ പറയുക, ഈ ഒരു പള്ളിയിൽ നിന്ന് ഇത്ര പേരെ നിങ്ങൾ മത്സരിപ്പിക്കണം എന്ന് അവർ ലിസ്റ്റ് കൊടുക്കുക. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ, ഇതേ ഒരു രീതിയിൽ ഞാൻ വേറെ സംസാരിക്കാൻ കേൾപ്പിച്ചു തരാം. ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാര് അല്ലെങ്കിൽ പിണറായി വിജയന്റെ കയ്യിലേക്ക് ആരെങ്കിലും ഏതെങ്കിലും ഒരു മതജാതിക്കാര് ഞങ്ങളെ പാർട്ടിക്കാരെ, ഞങ്ങളെ ആൾക്കാരെ മത്സരിപ്പിക്കാനായിട്ട് ഒരു ലിസ്റ്റ് കൊടുത്ത ഓർമ്മ ഉണ്ടാവുള്ളൂ. ഇത് കേക്ക്. CPM-ന്റെ സംസ്ഥാന കമ്മിറ്റിക്ക് ഒരു കത്ത് കൊടുക്കാൻ NSS-നോ ശിവഗിരി മഠത്തിനോ ഏതെങ്കിലും സമുദായ സംഘടനകൾക്കോ ഓർത്തഡോക്സ് സഭയ്ക്കോ യാക്കോബായ സഭയ്ക്കോ കത്തോലിക്ക സഭയ്ക്കോ പെന്തിക്കോസുകാർക്കോ മാർത്തോമക്കാർക്കോ സുന്നികൾക്കോ പിന്നെ മുജാഹിദുകൾക്കോ ആർക്കെങ്കിലും ധൈര്യമുണ്ടോ? ഇല്ല. അവരെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും. CPയുടെ സ്ഥാനാർത്ഥി അവർ തീരുമാനിക്കും. എന്തുകൊണ്ട് കോൺഗ്രസ് അതാണ് സമുദായ നേതാക്കന്മാരെ തിണ്ണ നിരക്കത്തില്ല എന്ന് പറയുന്നത്? തിണ്ണയിലോട്ട് വിളിക്കാത്തോണ്ടാ. ചെന്ന് കഴിഞ്ഞാൽ ആട്ടി വിടുമെന്നുള്ളത് അറിയാം. തിണ്ണ നിരക്കത്തിന്നുള്ള വലിയ വർത്താനമൊക്കെ ഇപ്പൊ VD സതീശൻ പറയുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന് നോക്കണം. വെള്ളാപ്പള്ളിയുടെ വീടിന്റെ വീട്ടിൽ തുടങ്ങി ചെന്ന് കഴിഞ്ഞാൽ പട്ടി അഴിച്ചു വിടുകയാണ്. പിന്നെ തൃശ്ശൂർ അല്ല, ഞാൻ പറയട്ടെ, ഇതിനകത്ത് സ്ഥിതി മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ തിണ്ണ നിരങ്ങാൻ പോകാനുള്ള സ്പേസ്, തിണ്ണയിൽ പോലും സ്പേസ് ഇല്ല ഇവർക്ക്. അതാണ് മനസ്സിലാക്കേണ്ടത്. തിണ്ണ നിരങ്ങാൻ പോകത്തില്ല എന്നുള്ളത് വലിയ ക്രെഡിറ്റ് പറയേണ്ട ആവശ്യമില്ല. ഇത് ഇദ്ദേഹം വളരെ കൃത്യമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പല ആൾക്കാരെ സംശയം ഇവർക്ക് അന്വേഷിച്ച് കിട്ടിയില്ല, ആരെ മത്സരിപ്പിക്കണം എന്നൊക്കെ തല്ലാണ്. സുധാകരനാണ് ഇപ്പം കരഞ്ഞ് മെഴുകിയ അവസരം സീറ്റ് കിട്ടിയെന്ന് പറയുന്നത്. എന്തൊക്കെയല്ലേ എന്റെ പ്രിയ സുഹൃത്തുക്കളെ, ഭയങ്കര ഒരു അവസ്ഥയിലാണ് കോൺഗ്രസ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഇമ്മാതിരി ദുരവസ്ഥ നമ്മൾ ഈ അടുത്ത കാലത്ത് പക്ഷേ കോൺഗ്രസിന് കണ്ടിട്ടുണ്ടാവില്ല. നേതാക്കന്മാർക്ക് തന്നെ ഒരു സ്റ്റേജിൽ ഇരിപ്പിടം കിട്ടാത്ത അവസ്ഥ, ഒരു അനുസരണയില്ലാത്ത, ഒരു സംഘടനാബോധവും ഇല്ലാത്ത കുറെ അണികളും, കതറിട്ട് കഴിഞ്ഞാൽ എല്ലാവരും നേതാക്കന്മാരാണെന്ന് വിശ്വസിച്ച് നടക്കുന്ന കുറെ എണ്ണവും അപ്പുറത്ത്. എന്ത് ചെയ്യും ഇവന്മാരെല്ലാരും കൂടി ഒരു പിടുത്തമില്ല. എലക്ഷൻ കഴിയുമ്പോഴേക്കും ആളുകളെ നിശ്ചയിക്കുവാണെ നിങ്ങൾ എല്ലാരും കൂടിയിട്ട്. അല്ല പിന്നെ ബബ